ഇനി രാജ്യ തലസ്ഥാനത്തേക്കാണ് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എങ്ങനെ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഡൽഹിയിൽ നിന്ന്? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്ന് ഡൽഹിയിൽ നിന്നും നിരവധി വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വാർത്തകൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെയാണ്. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്ക് എതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് സംസ്ഥാന നൽകിയ ഈ ഹർജി പരിഗണിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഹർജിക്കെതിരെ തടസ്സ ഹർജിയും സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഈ ഹൈക്കോടതി കൊണ്ടുള്ള ഈ നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമാണ് ഹർജിയിൽ പ്രധാനമായും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബജറ്റിൽ വകയിരുത്തിയ പണമാണ് സർവേക്കായി വിനിയോഗിക്കുന്നത് എന്നും അത്തരത്തിലുള്ള നടപടി തടയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുമാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം സർവേക്ക് ആവശ്യമായ ധനകാര്യ അനുമതിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേരള ഹൈക്കോടതി ഈ സർവേ റദ്ദാക്കിയിരുന്നത്. എന്തായിരിക്കും സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം എന്നുള്ളത് നിർണായകമാണ്. ഇതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ പ്രതിയാക്കിയതിനെതിരെ ഒപ്പം തന്നെ ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പങ്കജ് ഭണ്ഡാരി ഈ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ദിബങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കുറ്റകൃത്യത്തിൽ തനിക്ക് പങ്കില്ലെന്നും നിയമവിരുദ്ധമായാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുമാണ് പങ്കജ് ഭണ്ഡാരി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ ഇദ്ദേഹത്തിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.